ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ നിന്റെ നന്മകൾ കോർത്തതുപോ ഒന്നും ചെയ്തില്ല ഞാനീ ഭൂമിയിൽ നിന്റെ നന്മകൾ കോർത്തതുപോ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനാൻ പരദേശിയാൻ പാർത്തദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്താവിൽ മരിക്കുന്ന മധ്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം കർത്താവിൽ മരിക്കുന്ന മധ്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം ചെന്നു ചേരും വേഗമാവ സ്വർഗ്ഗസിയോ പുരിയിൽ ചെന്നു ചേരും വേഗമാവ സ്വർഗ്ഗസിയോ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനാ പരദേശിയാൻ പാർത്തദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ എന്റെ
ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കത്തൻ വാനിലെത്തുമ്പോ. വീണ്ടും കാണും വേഗം നമ്മൾ കത്തൻ വാനിലെത്തുമ്പോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനാ പരദേശിയ പാർത്തദേശം. സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
യേശുവേ
the service here. We're going to pray. Let us stand together for the prayer. Pastor Jacob Cherian is going to come and pray. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങൾക്ക് നിന്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ ഇങ്ങനൊരു സാവകാശം അവിടുന്ന് ഒരുക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ്റെ വേർപാടിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീറുകയും വേദനിക്കുകയും ചെയ്യുന്നുവെന്ന് അവിടുന്ന് അറിയുന്നല്ലോ. ഞങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു, അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയൊരിതാകുന്നു. ഈ ഭൂമിയിൽ കർത്താവേ, നിന്റെ സ്നേഹത്തെ കണ്ട് നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് മാതൃകാപരമായ വിശ്വാസ ജീവിതം നയിച്ച അവിടുത്തെ പ്രിയ മകനെ അവിടുത്തെ ഹല്ലേലൂയ സന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ചു വേർതിരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. മാനുഷികമായ തൻ്റെ വേർപാട് സഹോദരി സഹോദരന്മാർക്ക്, തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സ്നേഹിതർക്ക്, ദൈവജനങ്ങൾക്ക് വളരെ ഭാരമുണ്ട് എന്ന് അവിടുന്ന് അറിയുന്നു. കർത്താവ്, എന്നാൽ കടന്നുപോയിരിക്കുന്ന ഇടം നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനാണ് വകയുള്ളത്. പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിന്റെ വചനം നിന്റെ ഭക്തർക്ക് നീ എഴുതി തന്നിട്ടുണ്ടല്ലോ. കർത്താവെ, അല്ലെങ്കിൽ തന്നെ ഈ ഭൂമിയിലെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിക്കുവാനായി പ്രിയപ്പെട്ട ജോണി കുട്ടിയെ നീ അവിടുന്ന് വിളിച്ച് വേർതിരിച്ചല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവെ, അതിൻ്റെ വെയിറ്റ് സർവീസിനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളായ ഞങ്ങളെ നിന്റെ വചനം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. വഴിയാത്രയിലായിരിക്കുന്നവർക്ക് എല്ലാവർക്കും തക്ക സമയത്ത് സൗഖ്യത്തോടെ കടന്നു വരുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി, കുടുംബങ്ങളായി ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ തക്കൊണ്ടും നീ ഇടയാക്കണമേ. നാളെ നടക്കുന്ന ഫ്യൂണറൽ സർവീസും അനുഗ്രഹപ്രദമായി തീരുവാൻ കാലാവസ്ഥ അനുകൂലമാക്കണമേ. പല സ്റ്റേറ്റുകളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന നിന്റെ ജനത്തിന് അല്ലെങ്കിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് ദൈവത്തിന് പ്രയോജനമുള്ളവരായി നിത്യതയ്ക്ക് ഓഹരിക്കാരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. മുറ്റുമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. You may be seated. We're going to start the congregational song. Divine.
This is my story.
Psalms reading, Pastor Jacob George. ദുഃഖത്തിലിരിക്കുന്ന ഭവനങ്ങളുടെ ആശ്വാസത്തിനായി 90-ാം സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ യാമ പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തിലേക്ക് കേൾക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവത്തിന് മഹത്വം. ഇന്ന് സന്ധ്യാസമയം നമ്മളെ ഈ ആലയത്തിൽ കൂടിയിരിക്കുന്നല്ലോ. പ്രിയ ജോണിക്കുട്ടിയുടെ ദേഹവിയോഗത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും ദുഃഖത്തിലായിരിക്കുകയാണ്. സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ് പ്രിയ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ന്യൂയോർക്കിൽ ക്വീൻസ് വില്ലേജിലുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ശിശുവിടെ നിലയിൽ സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എൽ ഷദായ് പ്രയർ ലൈഫ് മിനിസ്ട്രിയുടെയും നാമത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു. താൽക്കാലികമായിട്ടുള്ള ദുഃഖമുണ്ടായിരിക്കുമ്പോൾ മാനുഷിക വാക്കുകൾ കൊണ്ട് ആശ്വാസം ലഭിക്കുന്നില്ലെങ്കിലും സ്വർഗസ്ഥനായ ദൈവം സകലരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ വായിക്കുന്നു, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്നവിടെ പറയുന്നു. 91-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ സങ്കേതമാക്കിയിരിക്കുന്നു പറയുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. സങ്കീർത്തനക്കാരൻ കർത്താവിനെ സങ്കേതമാക്കി ജീവിക്കുന്ന വ്യക്തിയുടെ ആയുസ് അല്പമാണെന്നും മനുഷ്യ ദൃഷ്ടിയിൽ പെട്ടെന്ന് നിഴൽ പോലെയാണെന്നും ആ സംഘത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെയും ആയുസായിരിക്കുന്നത്. 90 വയസ്സോ 100 വയസ്സോ അല്ലെങ്കിൽ മനുഷ്യ ദൃഷ്ടിയിൽ അല്പം കൂടെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ദൃഷ്ടിയിലെല്ലാം
ഇന്നലെ കൊഴിഞ്ഞു പോയ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ദുഃഖത്തിലിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ചില വാക്കുകൾ പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറയുന്നു. 1975 ശേഷം പ്രിയ രാജാനും കുടുംബവും ഞങ്ങളുടെ ചർച്ചയിൽ വന്നതിന് ശേഷമാണ് പ്രിയ ഭവനമായിട്ടുള്ള ബന്ധപ്പെടുവാൻ സാധിക്കും. അന്ന് മുതൽ ഇന്നുവരെയും ആ ഭവനമായി സ്നേഹബന്ധത്തിൽ പോകുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. അവരെല്ലാവരും നാട്ടിൽ വന്നപ്പോൾ പ്രിയ സഭയിൽ ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നു. അന്നു മുതൽ സ്നേഹബന്ധം പുലർത്തി ഇന്ന് വരെയും ക്രിസ്തുവിന്റെ സ്നേഹബന്ധം നിൽക്കുന്നു. പ്രിയ ജോണിക്കുട്ടിക്ക് ശാരീരിക സൗഖ്യമില്ല എന്നറിഞ്ഞ കർത്താവ് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ ശാരീരിക സൗഖ്യം കിട്ടി നമ്മുടെ ജീവനോട് ഇരുന്നു എന്നുള്ളതല്ല. ഇനി രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത ദേശത്തേക്ക് കർത്താവ് വിളിച്ചു ചേർത്തത് കൊണ്ട് ഇനിയും രോഗത്തിനോ മരണത്തിനോ പ്രിയ ജോണിക്കുട്ടി അധീനനല്ല. കർത്താവിനെ മുഖാമുഖമായി കണ്ട് കർത്താവിനെ ആരാധിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. സംഘം നമ്മൾ വായിക്കുന്ന യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം കർത്താവിന്റെ വരവിനോട് അടുക്കുന്നു നമ്മൾ എത്ര പേര് ചിന്തിക്കുന്ന അറിഞ്ഞുകൂടാ. ഒന്നുകിൽ രോഗത്തിലൂടെ, അല്ലെങ്കിൽ അപകടത്തിലൂടെ, ഏത് വിധത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം മുന്നിട്ടിരിക്കുന്നത് പോലെ നമ്മളെല്ലാം ഈ ലോകത്തിൽ യാത്ര പറയും. ആ സമയത്ത് നമുക്ക് താൽക്കാലികമായി ദുഃഖമുണ്ടാകും. എന്നാൽ വചനം പറയുന്നു, പൗലോസ് പറയുന്നു, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ആ പ്രത്യാശയല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. താൽക്കാലികമായി ഈ വേർപാട് മുഖാന്തരം നമ്മളെല്ലാം ദുഃഖിക്കുന്നു. പ്രിയ അമ്മച്ചി ഇവിടെയുണ്ട്, പ്രിയ മൂത്ത സഹോദരങ്ങളെ, ഇളയ സഹോദരങ്ങളുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരു തീരാത്ത ദുഃഖമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ഉള്ളിന്റെ ഉള്ളിൽ ചോദിച്ചാൽ ഒരു പ്രത്യാശയുടെ വാക്ക് എല്ലാവർക്കും പറയുവാനുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി പ്രിയ ജോണിക്കുട്ടിയോട് നമ്മൾ ഗുഡ് ബൈ പറയുന്നെങ്കിലും താൽക്കാലികമാണ്. കാരണം അധികം താമസിയാതെ നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മളിവിടെ വായിച്ചതുപോലെ യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അതാണ് ഇന്ന് രാത്രികാലം നമുക്ക് പറയുവാനുള്ളത്. കർത്താവേ നീ താമസിക്കാതെ വേഗം വരണമേ. 10-ാം വാക്യത്തിന്റെ അവസാനത്തിന് ഒരു 1-2 കാര്യം നിർത്താൻ ആഗ്രഹിക്കും. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസം, ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യും. അത് വേഗം തീരും. ഈ ലോകത്തിലെ ആയുസ് വേഗം തീരും. ജോണിക്കുട്ടിയെ സംബന്ധിച്ചോളം 58 വർഷക്കാലം ലോകത്ത് ജീവിച്ചു. പെട്ടെന്ന് അത് തീർന്നു പോയി. താൻ പ്രിയപ്പെട്ട കർത്തനിലേക്ക് ചേർക്കപ്പെട്ടു. നമ്മളും ഇതിന് കുറെ താമസിയാതെ എപ്പോഴെങ്കിലും കർത്താവ് വിളിക്കുമ്പോൾ നമ്മുടെ ആയുസ് വേഗം തീരും. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വേഗം ചെല്ലും. അതാണല്ലോ നമ്മുടെ പ്രത്യാശ. ആകയാൽ ആ പ്രത്യാശ നമ്മളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ ഫിലിപ്പിയർ വാക്യം വായിക്കുന്നല്ലോ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അത് അത്യുത്തമല്ലോ നമ്മൾ വായിക്കുന്നുണ്ട്. വിട്ടുപിരിയാനാണ് നമുക്ക് പലപ്പോഴും പ്രയാസം. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചോളം വിട്ടുപിരിയുന്നതാണ് കർത്താവിന് ഇഷ്ടം. കാരണം കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ മക്കൾ ചെന്ന് അവനെ മുഖാമുഖമായി കണ്ട് മരണമില്ലാത്ത, രോഗമില്ലാത്ത, വേർപാടില്ലാത്ത ദേശത്ത് അവനെ കണ്ട് ആരാധിക്കുകയും അവന് മഹത്വം കരയുന്നത് കർത്താവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൽക്കാലികമായി പ്രിയ ജോണിക്കുട്ടിയോട് നമ്മൾ ഗുഡ് ബൈ പറയുന്നു. ശരി. എന്നാൽ താമസിയാതെ ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ആ പ്രത്യാശ നമ്മൾ നിറയുക. താമസിയാതെ കർത്താവ് വരും. തന്റെ ഭക്തന്മാരെ ചേർക്കുമ്പോൾ പ്രിയ ജോണിക്കുട്ടിയെയും മരണമില്ലാത്ത ശരീരത്തിൽ, രോഗമില്ലാത്ത ശരീരത്തിൽ, വേദനയില്ലാത്ത ശരീരത്തിൽ, വേർപാടില്ലാത്ത ശരീരത്തിൽ മുഖാമുഖമായി എന്നും കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ഇടയാകും. ആ പ്രത്യാശ നമ്മളെ ഭരിക്കുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന ശിശുക്കൂട്ടി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങൾ, തന്റെ ഭാര്യ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ എല്ലാവരെയും സ്വർഗസ്ഥനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രിയ അമ്മച്ചിയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു. സർവ്വവല്ലഭനായ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. This is the time for offering the condolences. Condolence അറിയിക്കുവാനുള്ളതായിരിക്കുന്ന സമയമാണ്. Friends are here and pastors from Tri-State area, they are here. I am going to call some name. I have a big list here. Everybody going to have 2 to 3 minutes. Don't take more than that, because viewing is only today. Tomorrow morning's time for the immediate family. So today I have to God, and we grew up together.
on behalf of the greater Pattakulathu family and the village called Keekadu, I extend my condolences to everyone who is here, especially to Lirama and the children. See, growing up in Keekadu is a very special memory. You know, we played together, we visited each other's house. Our house was very next to their house. We played together, ate together, went to school together. You know, I belong to the Marthama Church. However, everyone whom I called Achachan and Amama, they either belong to Pentecostal church or Brethren churches. So I have so close affinity with everyone who is either Pentecostal or Brethren because I grew up with them. I attended their Sunday schools, I attended their programs, their meetings. And this is being held in a New Testament church. My uncle, Pastor P.T. Abraham, is the first one who left the Marthama Church and went to the Pentecostal, New Testament church, which is still in Pentecostal at that time. And Kunjwan Jain is here, who is also belong to that parish. The fact about Johnny Kuti is that he, as a child, he was a very pleasant child. You know, we used to talk about a lot of things together. As the younger brother, as he is the equivalent to my younger brother, we used to talk, we used to play. He had visions. I had visions, he had visions. The visions were actually that we will one day become this in spite of the fact that all our families had to go through the struggles at that time. So we grew up in struggle, in difficulties, but at the same time we held our faith. You know, in Keekadu, the Pattakulathu family, as I was growing up, the other people used to call Pattakulathu families Pacha. Pacha means, I did not know at that time. Pacha means, Pacha Paramarthikal, that means very true people. Everyone from the Pattakulathu family who came and who know, they are called Pachas because they were very sincere and honest people. So we grew up into a family of parents who are actually dedicated to Christian life, who brought all of us into the Christian life, irrespective of our denominations, and brought up in such a way that we accepted Jesus Christ as our Lord and Savior from the very childhood, from the very, very time when we can remember. That's where Johnny Kuti was also, Johnny Kuti was a part of that part of that dedicated Christian group which grew up and which became today a greater family which is here. I'm so sorry to know that Johnny Kuti passed at such a younger age, you know, but Jesus has said, whoever believeth in me shall not die. So we believe that Johnny Kuti is living ever, forever. He will greet us when we reach the other shore. He will be there, and I express my condolences to everyone who is here, to the Pattakulathu immediate family of Johnny Kuti and to the greater family. It's a big family, and my sincere condolences. I know my time is limited. I want to say a little bit more, but since Pastor Zacharias clearly said the time is limited, I want to give him the thanks for giving me this opportunity, and once more my condolences. Thank you. ഞാൻ ആദ്യമായി ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ കുറേ പാഠപുസ്തകം ജോണി കുട്ടി അന്ന് തിരുവല്ലായ പ്രസ് ഉണ്ടായിരുന്നപ്പോൾ അന്ന് ഐ ടി സി പാർക്കവനിലുള്ള ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്റർ ആയിട്ട് എബ്രാശാബൻ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായി കാണുന്നതിന് ഇടയായിട്ടുള്ളത്. എബ്രഹാം സാബിൻ്റെ അതുപോലെ രായ്ക്കാൻ്റെ കുടുംബം, ജോണി കുട്ടിയുടെ കുടുംബം, തമ്പിയുടെ കുടുംബം, അതുപോലെ ജോളിയുടെ കുടുംബം, ഷൈനിയുടെ കുടുംബം, ഞാൻ ഫാമിലീസുമായി വളരെ പേഴ്സണൽ ഇൻറ്റിമേറ്റ് ക്ലോസ് റിലേഷൻഷിപ്പ് ആയി തീരുവാൻ ആ സമയങ്ങളിൽ അമ്മച്ചനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് ബ്രോൺസിൽ നെയ്ബർ എന്നുള്ള നിലയിൽ, UAPയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ, മറ്റ് പല നിലകളിൽ പ്രവർത്തിപ്പാൻ തക്കൊണ്ണം, ഫെലോഷിപ്പ് ആചരിപ്പാൻ തക്കൊണ്ണം ദൈവടിയാക്കി. അതിനുശേഷം പ്രിയ മോൻസിയുടെ ചർച്ചിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുവാനും പ്രിയ കുടുംബങ്ങളുമായി ബന്ധപ്പെടുവാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ കേട്ടതുപോലെ ദൈവം മനുഷ്യനെ നിർമ്മിച്ചത്, സൃഷ്ടിച്ചത് എന്നേക്കും ദൈവത്തോടുകൂടി ഇരിക്കാനാണ്. എന്നാൽ പാപം മുഖാന്തരമായി, ലംഘനം നിമിത്തമായി മരണം ഈ ഭൂമിയിൽ സംഭവിച്ചു.
അനശ്വരമായ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിത്യജീവനുണ്ട്. ആ നിത്യജീവന് ഉടമകളായി തീരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിട്ടുപിരിഞ്ഞ് ഭൂമിയിലെ ബന്ധങ്ങൾ അവസാനിപ്പിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുന്നതാണ് അത്യുത്തമം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തോടകന്ന് ഒരു പരദേശിയെ പോലെ ഞങ്ങൾ ഗൾഫിലുണ്ടായിരുന്നു കുറെ കാലം. അതുകൊണ്ട് അതെ, പ്രവാസി മലയാളി എന്ന് പറയുന്നത് പോലെ പ്രവാസി വിശ്വാസിയായിട്ടാണ് ഒരു ഭക്തൻ ഇവിടെ ആയിരിക്കുന്നത്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഇവിടെ നാം കേട്ടതുപോലെ ഏതെങ്കിലും സച്ച് ഫാമിലിയിൽ ജനിച്ചത് കൊണ്ടോ സച്ച് എഡ്യൂക്കേഷൻ നേടിയതുകൊണ്ടല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാതൃകാപരമായ വിശ്വാസ ജീവിതം ചെയ്ത് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന അനുഗ്രഹീതമായ സാക്ഷ്യം നിർവഹിക്കുവാൻ ബഹുമാന്യനായ എന്റെ സഹോദരന് ദൈവത്തിയാക്കി. ദൈവത്തിന്റെ സ്തോത്രം. ആ പാരമ്പര്യത്തിൽ അവരുടെ പ്രിയ ലീലാമി മക്കളും സഹോദരങ്ങളും ഓരോരുത്തരെയും പിന്നീട് വന്ന സഹോദരങ്ങളിൽ പലരെയും അത്രയും ക്ലോസ് ആയിട്ട് പരിചയപ്പെടുവാൻ കഴിഞ്ഞില്ല. എല്ലാവരും കർത്താവിന്റെ വയൽ പ്രദേശത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രയോജനപ്പെടുന്നവരായി കാണുവാൻ ദൈവം ഇടയാക്കി തീർത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തന്റെ ഭക്തന്മാരായി തന്നിൽ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർക്കുവാൻ എഴുതുക. ഇന്നു മുതൽ മരിക്കുന്ന മൃതന്മാർ, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന നമുക്ക് പ്രിയ ജോണിക്കുട്ടിയുടെ വേർപാട് മാനസികമായി വേദന പ്രിയ മാതാവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും ഇമ്മീഡിയറ്റ് ഫാമിലി ആസ് വെൽ ആസ് എക്സ്റ്റൻഡഡ് ഫാമിലി ചർച്ച് മെമ്പേഴ്സിനൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ജീവനുള്ള ഒരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. അതിനായി നമ്മുടെ ജീവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം. സകല ബുദ്ധിയായി കവിയുന്ന ദൈവത്തിന്റെ സമാധാനം അതേ ഭാരതത്തിൽ ഇരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് അതേ ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അതെ, ഇപ്പോൾ കാൽവറി ഫെയ്ത്ത് ടാബർനാക്കിളിന്റെ പാർശ്വങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കുന്നതിനാൽ ആ സഭയുടെ പേരിലും ഉള്ള കണ്ടോളൻസ് അറിയിക്കുന്നു. ദൈവമേ സഹായം. Dr. Chaco Verdes is his doctor. He was his doctor, so he is going to come. Praise the Lord. Brother John Abraham. Brother John Abraham. ഞങ്ങൾ ജോണിക്കുട്ടി എന്നായിരുന്നു വിളിക്കുന്നത്. ഞാൻ ജോൺ എബ്രഹാമും അഥവാ ജോണിക്കുട്ടിയുമായിട്ട് ആദ്യമായി പരിചയപ്പെടുന്നത് 70കളിൽ ഞാൻ PIPയുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്താണ്. അന്ന് താൻ തിരുവല്ലായിലെ ഒരു പ്രസിൻ്റെ ഉടമയാണ്. പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ തന്നോട് സംസാരിച്ചപ്പോൾ തനിക്ക് പല കാര്യങ്ങളെപ്പറ്റിയും അറിവുണ്ട് എന്നും ഒപ്പം തന്നെ ഭാഷയിൽ അല്പം സ്വാധീനമുണ്ട് എന്ന് മനസ്സിലായി. പിൽക്കാലത്ത് പല പ്രിന്റിംഗ് വർക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും എഡിറ്റ് ചെയ്യുന്നത് പോലും ആ പ്രസ്സിൽ വന്നിരുന്നുകൊണ്ടായിരുന്നു. ഒരു നാൾ ജോണിക്കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഈ നാട്ടിൽ ഞാൻ കടന്നു വന്നപ്പോൾ പ്രാരംഭകാലത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരേ ചർച്ചിലാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അവിടെയെല്ലാം ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരനായിരുന്നു പ്രധാന ജോണിക്കുട്ടി. പിൽക്കാലത്ത് തൻ്റെ ഫിസിഷ്യനായിട്ട് തൊട്ടുവാൻ സാധിച്ചു. പലപ്പോഴും ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. തൻ്റെ ഫിസിക്കൽ എയിൽമെൻസിൻ്റെ കാലത്തുമെല്ലാം ഈ പുഞ്ചിരിയോടുകൂടെ ഉള്ള ഒരു മുഖമാണ് എപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. പലപ്പോഴും സംസാരിക്കുമ്പോൾ താൻ പറയാറുണ്ടായിരുന്നത് തൻ്റെ മിഷൻ വർക്കിനെ പറ്റിയായിരുന്നു പറയാറുണ്ടായിരുന്നത്. ഒപ്പം തന്നെ തനിക്ക് തൻ്റെ തലമുറകളെ പറ്റിയുള്ള കൺസേണും അവരെ ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമായി തീരണം, ഒരു ബിൽഡിംഗ് ബ്ലോക്കായി തീരണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്.
dear children, the God of all generations, is our dwelling place. Let the God give peace and continue to bless and support you. ദൈവനാമത്തിനോട്ടുണ്ടാകട്ടെ. പ്രിയ ജോണിച്ചായൻ എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. 1982 ഈ രാജ്യത്ത് കടന്നു വരുമ്പോൾ ബഹുമാന്യ പാസ്റ്റർ മാത്യു സക്രിയ മുഖാന്തരം ഈ ഭവനത്തോട് കൂട്ടുപിടിക്കുവാനും അന്ന് ഞാൻ പോയിരുന്നത് ബഹുമാന്യ പ്രിയ പാസ്റ്റർ കുര്യൻ തോമസ് ആ സഭയുടെ മെമ്പറായിരുന്നു. എന്നാൽ കണക്ടിക്കറ്റിൽ താമസിക്കുമ്പോൾ പ്രിയ രാജാൻ, എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പാസ്റ്റർ ജെയിംസ് അബ്രഹാം അവിടെ കടന്നുപോയി ദൈവം തന്ന പ്രാപ്തിക്കൊത്തോണം സൂക്ഷിപ്പാൻ അവസരങ്ങൾ ഒരുക്കി തന്നുകൊണ്ടിരുന്നു. എന്നാൽ പ്രിയ ജോണിച്ചായൻ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യും. കുട്ടി, നമുക്ക് ഇന്നിടത്ത് പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി ഇത് ചെയ്യണം. എല്ലാ ചൊവ്വാഴ്ച ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, വെള്ളിയാഴ്ചകളിൽ മീറ്റിംഗ് ഉണ്ട്. ഭവനത്തിൽ കണക്ടിക്കറ്റിൽ എൻ്റെ ഭവനത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. താൻ അത്രയും ഓടി ദൂരെ ഭവനത്തിൽ കടന്നു വന്ന് എപ്പോഴും മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുള്ളത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ സഭയുടെ അംഗമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാനും വെസ്റ്റ്മിൻസ്റ്റർ ക്രിസ്ത്യൻ അസംബ്ലിയിൽ ചേർന്ന് അവസാന നിമിഷങ്ങളിൽ താൻ കൂടി വരുന്ന സഭയിൽ ആരാധിപ്പാനും ദൈവ മുഖാന്തരങ്ങളിൽ ഒരുക്കി. അങ്ങനെ ആയിരിക്കുന്നത് തനിക്ക് വളരെയേറെ സന്തോഷവും വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ സംഭവം തൻ്റെ ഈ മരണസമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, ഇന്ത്യയിലായിരുന്നു. കേട്ടപ്പോൾ എങ്ങനെ വന്നു പറ്റും, കാണാനൊക്കത്തില്ല എന്ന് വിചാരിച്ചെന്നാൽ ദൈവഹിതമെന്ന് പറയട്ടെ, ദേവദാസൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ കടന്നു വരുവാൻ ദൈവസനിൽ എഴുന്നേറ്റ് നിന്ന് താൻ എന്നോട് കാണിച്ച ആ ബഹുമാനം, ആ സ്നേഹം, അത് രഹസ്യമായിരുന്നു എന്നോട് പറയുന്നതിൽ തർക്കമില്ല. കാരണം പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഫോണിൽ കൂടി വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും പെട്ടെന്ന് കടന്നു പോകുമെന്ന് നാം ആരും വിചാരിച്ചില്ല. എന്നാൽ നമ്മുടെ പ്ലാനുകളല്ലോ ദൈവത്തിൻ്റെ പ്ലാനുകൾ. ആകയാൽ ഈ സംഭവങ്ങൾ നാം കേൾക്കുമ്പോൾ, അറിയുമ്പോൾ ദൈവമക്കളെ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ഇരിക്കുവാനായി ആഗ്രഹിക്കുന്നു. കാരണം സമയം ചുരുക്കം അധികം സമയം എടുക്കുന്നത് ശരിയല്ലല്ലോ. ഈ ദാസൻ തന്ന സമയത്ത് തന്നെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഹല്ലേലൂയ. പ്രിയ ഗ്രീസ്, പ്രിയ ഫിലിപ്പ്, ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു പിതാവ് മാതൃകയുള്ളവനായി സാക്ഷ്യമുള്ളവനായി തൻ്റെ സമയത്ത് താൻ വിളിച്ച് എൻ്റെ സന്നിധിയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് താൻ കടന്നുപോയി. പ്രിയ കുഞ്ഞുങ്ങൾ, ഫിലിപ്പ്, പ്ലീസ് ഫോളോ ദ സ്റ്റെപ്പ് ഓഫ് യുവർ ഫാദർ. മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളായി ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ പറയുവാൻ. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ ലീലാമാമെ, ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ ഒരുക്കമുള്ളവരായി ബുദ്ധിയുള്ളവരെ പോലെ നമ്മുടെ വേല കർത്താവിൽ എപ്പോഴും സന്തോഷിച്ച് കർത്താവ് തന്ന ശുശ്രൂഷ തികച്ച് കർത്താവിൻ്റെ സാക്ഷികളായി അനേകരെ നേടുവാൻ ഈ കൊച്ചായുസിൽ നമുക്ക് വരുമ്പോൾ ഉദാസീനരാകാതെ
അലസരാകാതെ ഹല്ലേലൂയ ഉടാമാന ശാന്തുരാധിക്കാമാനകസിയ സുവിശേഷത്തെക്കുറിച്ച് ലഭിക്കാതെ ഉടാരജനകസിക്കാമാനകസിയ സമയത്തും അസമയത്തും ദൈവവചനവാണികളെ സംസാരിപ്പാൻ മർമ്മങ്ങളെ സംസാരിപ്പാൻ ഹല്ലേലൂയ ഇതൊക്കെ കാണുമ്പോൾ ഉണർന്ന് ശക്തിപ്പെട്ട് ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ എതിരേൽപ്പാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. Right after Pastor Matthew offer the condolences, we're going to sing a song. That time to view the body. Asher is going to direct you. You can come through here and go that way. വേദിയിലും ഓഡിയത്തിലും ആയിരിക്കുന്ന കർത്താവിൻ ദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ്, സന്നിഹിതരായിരിക്കുന്ന മറ്റുള്ള എല്ലാ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്ന ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് ജോണിച്ചാനെ പരിചയപ്പെടുന്നത് പറഞ്ഞാൽ, ഏത് മനുഷ്യനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ മനുഷ്യനെ ഞാൻ ക്രിസ്തുവിൽ എങ്ങനെ അറിയും. അങ്ങനെയാണ് ആദ്യം ഒരാളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ നാട് വിട്ട് പോകുന്ന സമയത്ത് യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാനിവിടുന്ന് കടന്നു പോകുന്നു, ബോംബെയിൽ പോകണം, ഗൾഫിൽ പോകണം, അമേരിക്കയിൽ പോകണം. അവിടെ ചെന്ന് എനിക്കൊരു മാരേജ്, ഒരു നല്ല ജോലി ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ എൻ്റെ 9ാമത്തെ വയസ്സിൽ എന്നോടൊരു കാത്തിരിപ്പ് യോഗത്തിൽ വെച്ച് സുവിശേഷ വേലയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് ഒരു കർത്താവിൻ്റെ ദാസനും കൂടെ പ്രവചനം ഉണ്ടായി. അതിൻ്റെ നിവർത്തീകരണത്തിൻ്റെ ഒരു കണ്ണി എന്ന് വണ്ണം ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ മാരേജിന് വേണ്ടി എൻ്റെ പെണ്ണ് കാണുവാൻ, എനിക്ക് കർത്താവ് ഒരുക്കിയ എൻ്റെ വൈഫിനെ കാണുവാൻ ആരാണ് അദ്ദേഹത്തിൻ്റെ സുബരു കാറിൽ ഞാൻ പോയി കണ്ടത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇന്നത് ഇതുപോലെ നടക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ എന്ത് ചെയ്യാം, ഞാൻ ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞ് അത് അവസാനിപ്പിച്ചു പോയി. എന്നാൽ കർത്താവ് ആ ചലഞ്ച് ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഒരു കണ്ണിയായിട്ട് ആരെ യൂസ് ചെയ്തു, പ്രിയ ജോണിച്ചാനെ യൂസ് ചെയ്തു. ഞാൻ പറയട്ടെ സൗരി സൗരന്മാരെ, സുവിശേഷ വേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്നവരാകണം. നാം ഇന്നിവിടെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. പ്രിയ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഇവ രണ്ടിലാനും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. നമുക്കറിയാം, നാം വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് നമ്മൾ കടന്നു വന്നപ്പോൾ ഒരു കാര്യം കൂടാണ് നാം കൂടെ കൊണ്ടുവന്നത്. പൗരോഹിത്യ സഭയുടെ പല വിശ്വാസങ്ങളും നമ്മൾ കൂടെ കൊണ്ടുവന്നു. അതിന് ഒരു കാര്യമാണ്, നാം തിരുവചനം പറയുന്നു, ആബ്സെന്റ് ഫ്രം ദ ബോഡി ആൻഡ് ടു ബി പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്. നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ ഇവിടുന്ന് മരിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സോള് ഇവിടുന്ന് ട്രാവൽ ചെയ്യുവാൻ തുടങ്ങി. ട്രാവൽ ഇൻ സച്ച് എ സ്പീഡ്, അത് നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു ചലഞ്ചറിനോടോ അല്ലെങ്കിൽ ലൈറ്റിനോടോ ഫാസ്റ്റസ്റ്റിനെ എന്ത് പറയുന്ന അതിനോടൊന്നും ഉപമിക്കാൻ കഴിയാത്ത വണ്ണം അതേ സ്പീഡിൽ ട്രാവൽ ചെയ്ത് എവിടെ ചെന്നു, കർത്തൃസന്നിധിയിൽ നാം ഒക്കെയും ആഗ്രഹിക്കുന്ന കർത്തൃസന്നിധിയിൽ ഇമ്പങ്ങളുടെ പരദീസയിൽ കർത്താവിൻ്റെ മുൻപിൽ എത്തി. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇതിന്റെ ശേഷം സകല ഭാഷകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും
നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലകളുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ ഉച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളം നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര്, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ച് താൻ സഹോദരൻ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ആത്മാക്കളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തി അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതൊക്കെയും ചെയ്ത് താൻ പ്രിയൻ വെച്ച കർത്താവിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു അൺഎൻഡിങ് വർഷിപ്പ് ഫെലോഷിപ്പിൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് അവിടെ ആയിരിക്കുകയാണ്. നാം പൗരോഹിത്യ സഭ പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നില്ല, കർത്താവിനോട് വിട്ടുപിരിഞ്ഞ് ഏതോ സ്ഥലങ്ങളിൽ അങ്ങനെ മൗനമായിട്ടിരിക്കുന്നു എന്നുള്ളതല്ല തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം, ഒരു ലൈവ് വർഷിപ്പ്. ഹല്ലേലൂയ സ്തോത്രം, അദ്ദേഹം ഇവിടെ ആയിരിക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്? താൻ കർത്തൃസന്നിധിയില് ഹല്ലേലൂയ ആരാധനയിൽ മുഴുകി ഹല്ലേലൂയ ഇന്ന് അതിന്റെ പെർഫെക്ഷനിലേക്ക് താൻ കടന്നു വന്നിരിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ഹല്ലേലൂയ അത് അത്യുത്തമം പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് ഈ മുൻ അധ്യായങ്ങളിൽ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, therefore I labor. സ്തോത്രം, ഇത് അത്യുത്തമമായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ലേബർ ചെയ്യും, എന്റെ ആത്മാക്കളെ നേടും. ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ സഭയെ സേവിക്കും, കർത്താവിന്റെ സഭയെ പണിയും. ഹല്ലേലൂയ കർത്താവിനോട് കൂടെ ചേർന്ന് ഹല്ലേലൂയ പോകേണ്ട ഇടങ്ങളിൽ പോകും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവിന്റെ വരവായില്ലെങ്കിൽ ഒരു വലിയ ദൈവത്തിന്റെ കരം നമ്മോടും പറയുകയാണ്, ഹല്ലേലൂയ ദാനിയേലേ പോയിക്കൊള്ളുക, അവസാനത്തിക്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ. ഹല്ലേലൂയ സ്തോത്രം, ഒരു ദിവസം നീ തിരികെ വരും. അത് പഴയ നിമിഷന്മാരോട് പറഞ്ഞുവെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ എന്ത് ചെയ്യായിരുന്നു കർത്താവ്? ഹല്ലേലൂയ സ്തോത്രം, അതേ സമയത്ത് absent from the body, അവര് കർത്താവ് മരിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി മരണഭീതിയിൽ നിന്ന ദാസന്മാരെ ഹല്ലേലൂയ കർത്താവിനോട് നിയമം ചെയ്തവരെ ഹല്ലേലൂയ കർത്താവിനോട് ഒരുമിച്ച് അവരിന്ന് ഹല്ലേലൂയ മേഘങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം കർത്താവായിരിക്കുന്ന ഇടത്ത് സ്തോത്രം ഇന്ന് വലിയൊരു ആരാധന. ഈ ദിവസങ്ങളിൽ സഹോദരീ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ ദുഃഖം വളരെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ സ്തോത്രം സ്തോത്രം നമ്മൾ എന്തിനു വേണ്ടി അദ്ദേഹത്തെ ഹല്ലേലൂയ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നാം എന്ത് ചെയ്യുവാൻ തുടങ്ങിയാണ്? അദ്ദേഹം ഒരു ശ്രേഷ്ഠമായ ഉയർപ്പിന് വേണ്ടി സ്തോത്രം ഏത് ഈ നമ്മുടെ സോളും കർത്താവിന്റെ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ സോളും ഇവിടെ ബറി ചെയ്യപ്പെടുന്നതായിട്ടുള്ള അതും കൂടെ ഒന്നിച്ച് ചേരുന്ന ദിവസം സ്തോത്രം നമ്മളും ഹല്ലേലൂയ ആ അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അന്യരും പരദേശികളും എന്നെണ്ണി ഹല്ലേലൂയ എങ്ങനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ ലോകത്തിൽ ജീവിച്ചു അതുപോലെ നാം ജീവിച്ച് പരദേശ പ്രയാണം നമുക്ക് കഴിക്കാം. ഹല്ലേലൂയ സ്തോത്രം, ഒരു ഭക്തൻ ജീവിച്ച് മാതൃകയോടുകൂടെ ജീവിച്ച് അക്കരെ നാട്ടിൽ പ്രവേശിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളും ഹല്ലേലൂയ സ്തോത്രം ആ വലിയ ആ നല്ല പിതാവിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഹല്ലേലൂയ ഓട്ടമോടുക, ഹല്ലേലൂയ ജീവന്റെ കിരീടം പ്രാപിപ്പാൻ വേണം കർത്താവ് നമ്മളെ സഹായിക്കും. ഈ ബന്ധങ്ങളാൽ ദൈവം നമ്മളെ This is the time to view the body. We are going to sing. Atere Shabbat Ora Kere Kudiya
ചൊല്ലിടട്ടെ തൻ സ്നേഹത്തെ. പാർത്തലത്തിൽ എന്റെ വേല തീർത്ത് ജീവിതാക്കട്ടെ. വിളിക്കും നേരം കാണുമെൻ പേരും. വിളിക്കും നേരം കാണും. വിളിക്കും നേരം കാണും. വിളിക്കും നേരം കാണും. വിളിക്കും നേരം കാണുമെൻ പേരും. When the trumpet of the Lord shall sound, and time shall be no more, and the morning breaks eternal, bright and fair. When the saints of earth shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. On that bright and cloudless morning, when the dead in Christ shall rise, and the glory of his resurrection share, when his chosen ones shall gather to their home beyond the skies, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. Let us labor for the Master from the dawn till setting sun. Let us talk of all his wondrous love and care. Then when all of life is over and our work on earth is done, and the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. When the trumpet of the Lord shall sound, and time shall be no more, and the morning breaks eternal, bright and fair. When the saints of earth shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, when the roll is called up yonder,
yonder, when the roll is called up yonder, when the roll is called up yonder, when the roll is called up yonder, I'll be there. Now, Johnny James' son-in-law, Santosh Samuel, going to sing a solo. Praise the Lord. പപ്പയുടെ പിന്നെ ബന്ധത്തിൽ അടിയനും അവാർഡ് സഹായിച്ചു. ഈ പാട്ട് എപ്പോഴും പപ്പ പാടിക്കൊണ്ടിരുന്നത്. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഈ പാട്ട് പാടി സന്തോഷിക്കുന്ന അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ആ പാട്ട് പപ്പയ്ക്ക് വേണ്ടി ഞാൻ പാടുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ എന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആഗരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ആഗരിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ എന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്നെ ഞാൻ പരദേശിയായി, നാടു വീടു വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്നെ ഞാൻ പരദേശിയായി, നാടു വീടു വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്തം നാട്ടിൽ ചേർത്ത് കൊള്ളാമെന്നുരച്ച നാഥനെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്ത് കൊള്ളാമെന്നുരച്ച നാഥനെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും.
പാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ